ചാപ്റ്ററിന്റെ പേര് ചലനത്തിന്റെ ജീവശാസ്ത്രം എന്നുള്ളതാണ്. ഓക്കെ, ചലനത്തിന്റെ ജീവശാസ്ത്രം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വ്യായാമത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് തന്നിരിക്കുന്നത്. ഓക്കെ, വ്യായാമം എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. വ്യായാമത്തിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയുമുള്ള രക്തപ്രവാഹം കൂടുന്നു, ഹൃദയപേശികൾ ദൃഢമാകുന്നു. ഓക്കെ, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയുമുള്ള രക്തപ്രവാഹം കൂടുന്നു, ഹൃദയപേശികൾ ദൃഢമാകുന്നു, ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ വിഘടിപ്പിച്ച് പൊണ്ണത്തടി കുറയ്ക്കുന്നു. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലെ, വ്യായാമത്തിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. കൂടുതൽ വിയർക്കുന്നു, വിയർപ്പിലൂടെ മാലിന്യങ്ങൾ പുറന്തള്ളുന്നു, ശ്വസനവാതകങ്ങളുടെ വിനിമയം കൂടുതൽ കാര്യക്ഷമമാക്കുന്നു, വൈറ്റൽ കപ്പാസിറ്റി കൂട്ടുന്നു. ഓക്കെ, വൈറ്റൽ കപ്പാസിറ്റി എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ, ശ്വസന വ്യവസ്ഥ നമ്മൾ പഠിച്ചു അല്ലെ, വിസർജന വ്യവസ്ഥ പഠിച്ചു, രക്തപര്യന വ്യവസ്ഥ പഠിച്ചു. പേശികളിൽ കൂടുതൽ രക്തലോമികകൾ രൂപപ്പെടുന്നു, പേശികളുടെ ക്ഷമത വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വ്യായാമത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കളികൾ പോലുള്ള രസകരമായ വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെ കായികക്ഷമത വർദ്ധിക്കുന്നു. വ്യായാമം മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും കൂടുതൽ ഉന്മേഷത്തോടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നമ്മളെ സജ്ജരാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി ചലനങ്ങൾ ആഗ്രഹിക്കാതെ, അതായത് ശരീര ചലനങ്ങൾ സാധ്യമാക്കുന്നത് എന്താണ്? നമ്മുടെ പേശികളാണ് അല്ലെ, ശരീര ചലനങ്ങൾ സാധ്യമാക്കുന്നത് പേശികളാണ്. അപ്പം നമ്മുടെ ശരീര ചലനങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ കൈകളുടെ ചലനം, ഹൃദയസ്പന്ദനം, നാക്കിന്റെ ചലനം, ഇതെല്ലാം എന്താണ്? ശരീര ചലനങ്ങളാണ് അല്ലെ. അപ്പോൾ ഈ ചലനങ്ങളെല്ലാം, ഇതിലെ ചില ചലനങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തോടെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്, ചില ചലനങ്ങൾ നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് 2 തരം ചലനങ്ങളുണ്ട്. നമ്മൾ മുന്നേയുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്തൊക്കെയാണ്? ചലനങ്ങളെ പൊതുവെ നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാവുന്നവ, അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിക്കാം. ഓക്കെ, നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാവുന്ന ചലനങ്ങളെയാണ് നമ്മൾ ഐച്ഛിക ചലനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഇഷ്ടാനുസരണം, അപ്പോൾ നമ്മുടെ കൈ ഒന്നിങ്ങനെ കുടയുന്നു, ഓക്കെ, അല്ലെങ്കിൽ കാലൊന്നിങ്ങനെ വലിക്കുന്നു, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ചലനങ്ങളെ നമ്മൾ ഐച്ഛിക ചലനങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇഷ്ടാനുസരണം നമുക്ക് നിയന്ത്രിക്കാനാവാത്ത ചലനങ്ങളുണ്ട്, അതിനെയാണ് അനൈച്ഛിക ചലനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അനൈച്ഛിക ചലനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അതിന് എക്സാമ്പിളാണ് ഹൃദയസ്പന്ദനം. ഹൃദയസ്പന്ദനം നമ്മുടെ ഇഷ്ടത്തോട് കൂടിയിട്ടാണോ നടക്കുന്നത്? അല്ല. അതുപോലെ തന്നെ നമ്മൾ ശ്വാസോച്ഛ്വാസം എടുക്കുന്നത്, അതൊക്കെ നമ്മൾ അറിയാതെ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് അല്ലെ, ശരീര ചലനങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്? അനൈച്ഛിക ചലനങ്ങൾ. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാവുന്ന ചലനങ്ങളെ ഐച്ഛിക ചലനങ്ങൾ എന്ന് പറയുന്നു, ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനാവാത്ത ചലനങ്ങളെ അനൈച്ഛിക ചലനങ്ങൾ എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഐച്ഛിക ചലനങ്ങൾ, ഏതൊക്കെയാണ് അനൈച്ഛിക ചലനങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്തത് പലതരം പേശികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ പലതരം പേശികളുണ്ട്. അപ്പോൾ ഓരോ പേശികളും അതിൻ്റെ പ്രത്യേകതകളും കോളായിട്ട് കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആദ്യത്തേത് അസ്ഥിപേശി, സ്കെലിറ്റൽ മസിൽ. ഓക്കെ, രേഖാങ്കിത പേശിയാണ്. ഓക്കെ, അസ്ഥിപേശി അല്ലെങ്കിൽ രേഖാങ്കിത പേശി. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു. ഓക്കെ, അസ്ഥിപേശി ആ പേരിൽ തന്നെയുണ്ട് അല്ലേ, അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു. സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ്. നമുക്ക് ഇവിടെ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും അല്ലെ, സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ്. കുറുകെ എന്ത് കാണുന്നുണ്ട്? വരകൾ കാണുന്നുണ്ട് അല്ലെ, സിലിണ്ടർ ആകൃതിയിലാണ്, കുറുകെ ഇങ്ങനെ റെഡ് കളറിൽ ലൈൻസ് കാണപ്പെടുന്നുണ്ട്. ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു അല്ലെ, നമ്മുടെ അസ്ഥിപേശികളാണ്. ഇപ്പം നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ നമ്മൾ അനക്കുന്നത് എന്താണ്? അതൊക്കെ ഐച്ഛിക ചലനങ്ങൾ അല്ലെ. അപ്പോൾ ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നത് അസ്ഥിപേശിയാണ്. ഓക്കെ, അപ്പോൾ അസ്ഥിപേശി കിട്ടിയല്ലോ. അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു, സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ്, കുറുകെ വരകൾ കാണപ്പെടുന്നുണ്ട്, ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ക്ലിയർ. അടുത്തത് മിനുസപേശി അല്ലെങ്കിൽ സ്മൂത്ത് മസിൽ എന്ന് പറയുന്നത് രേഖാശൂന്യ പേശി. ആ പേരിൽ തന്നെയുണ്ട് അല്ലേ, രേഖാശൂന്യമാണ്. അപ്പോൾ നോക്കുക, ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്ന പേശികളാണ് മിനുസപേശി അഥവാ സ്മൂത്ത് മസിൽ എന്ന് പറയുന്നത്. ഓക്കെ, എവിടേക്കാണ്? ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്ന പേശിയാണ് മിനുസപേശി. സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങൾ, ആ ഒരു ആകൃതി കാണുന്നുണ്ടല്ലോ അല്ലെ, സ്പിൻഡിൽ ഷേപ്പാണ്, സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങളാണ്. കുറുകെ എന്തില്ല? വരകൾ ഇല്ല. അനൈച്ഛിക ചലനങ്ങളാണ് സാധ്യമാക്കുന്നത്. ഓക്കെ, അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശിയാണ് മിനുസപേശി. അടുത്തത് ഹൃദയപേശി. ഹൃദയപേശി അഥവാ കാർഡിയാക് മസിൽ.
അപ്പോൾ എന്താണ് ഹൃദയപേശി? ആ പേരിൽ തന്നെയുണ്ട്. എവിടെയാണ് കാണപ്പെടുന്നത്? ഹൃദയഭിത്തിയിലാണ് കാണപ്പെടുന്നത്. ഹൃദയപേശി എവിടെയാണ് കാണപ്പെടുന്നത്? ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്നു. ശാഖകളായി പിരിഞ്ഞ കോശങ്ങൾ അല്ലെ, ഒരു ചില്ല പോലെയൊക്കെയല്ലേ നമുക്ക് തോന്നുന്നത്, കാണുമ്പോൾ ശാഖ പോലെയുണ്ട് അല്ലെ, മരത്തിന്റെ ചില്ലകൾ പോലെയുണ്ട്. അപ്പോൾ ശാഖകളായി പിരിഞ്ഞ കോശങ്ങളാണ്. കുറുകെ എന്തുണ്ട്? വരകൾ കാണപ്പെടുന്നുണ്ട് അല്ലെ, റെഡ് കളറിൽ ലൈൻസ് ഒക്കെ ഇങ്ങനെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ കുറുകെ വരകൾ കാണപ്പെടുന്നുണ്ട്. അനൈച്ഛിക ചലനങ്ങൾ തന്നെയാണ് സാധ്യമാക്കുന്നത്. അപ്പോൾ അവിടെ ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശി ഏത് മാത്രമാണ്? അസ്ഥിപേശി മാത്രമാണ്. മിനുസപേശിയും ഹൃദയപേശിയും അനൈച്ഛിക ചലനങ്ങളാണ് സാധ്യമാക്കുന്നത്. ഹൃദയപേശി എവിടെയാണ് കാണുന്നത്? ഹൃദയഭിത്തിയിൽ കാണുന്നു. മിനുസപേശി കാണപ്പെടുന്നത് എവിടെയാണ്? ആമാശയം, ചെറുകുടൽ, അതുപോലെ തന്നെ രക്തക്കുഴലുകളിലൊക്കെയാണ് കാണപ്പെടുന്നത്. അസ്ഥിപേശി എന്ന് പറയുമ്പോൾ അസ്ഥികളുമായിട്ട് ചേർന്നാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് പേശികൾ, അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത് പേശീക്ലമം. പേശീക്ലമം എന്ന് പറയുമ്പോൾ എന്താണ് നോക്കുക. വിശ്രമമില്ലാതെ കഠിനമായി അധ്വാനിക്കുമ്പോൾ വേണ്ട അളവിൽ ഓക്സിജൻ ലഭ്യമായില്ലെങ്കിൽ അവായു ശ്വസനം വഴി പേശികളിൽ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടും. തന്മൂലം പേശീകോശങ്ങളിൽ അസിഡിറ്റി ഉയരുകയും പേശി സങ്കോചവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി രാസാഗ്നികളുടെ പ്രവർത്തനത്തെ മന്ദീഭവിക്കുകയും ചെയ്യും. തൽഫലമായി പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുകയും ചെയ്യും. ഈ അവസ്ഥയ്ക്കാണ് പേശീക്ലമം എന്ന് പറയുന്നത്, മസിൽ ഫാറ്റീഗ് എന്ന് പറയുന്നത്. എന്താണ്? വിശ്രമമില്ലാതെ കഠിനമായി അധ്വാനിക്കുമ്പോൾ, വിശ്രമമൊന്നും ചെയ്യാതെ കഠിനമായിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണ്ട അളവിൽ ഓക്സിജൻ ലഭ്യമായില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവായു ശ്വസനം വഴി പേശികളിൽ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടും. നമ്മുടെ പേശികളിൽ എന്തടിഞ്ഞുകൂടും? ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടും. തന്മൂലം പേശീകോശങ്ങളിൽ അസിഡിറ്റി ഉയരുകയും, ലാക്റ്റിക് ആസിഡ് അല്ലെ ഒരു ആസിഡാണ്, അപ്പോൾ അത് അടിഞ്ഞുകൂടുമ്പോൾ അസിഡിറ്റി ഉയരുകയും പേശി സങ്കോചവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി രാസാഗ്നികളുടെ പ്രവർത്തനത്തെ മന്ദീഭവിക്കുകയും ചെയ്യും. ഓക്കെ, രാസാഗ്നികളുടെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പതുക്കെയാക്കും, അവരുടെ പ്രവർത്തനത്തെ സ്ലോ ആക്കും. തൽഫലമായി പേശി എന്ത് ചെയ്യും? ക്ഷീണിക്കുകയും സങ്കോചിക്കുവാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുകയും ചെയ്യും. ഈ അവസ്ഥയ്ക്കാണ് പേശീക്ലമം എന്ന് പറയുന്നത്. വിശ്രമിക്കുമ്പോൾ ലാക്റ്റിക് ആസിഡ് നീക്കം ചെയ്യപ്പെടുന്നത് മൂലം പേശികൾ വീണ്ടും പ്രവർത്തന സജ്ജമാകുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് പേശീക്ലമം എന്നുള്ളത് അറിഞ്ഞു വെക്കുക കേട്ടോ. ഇനി അടുത്തത് അസ്ഥികളും ചലനവും. നോക്കുക, അസ്ഥികളും പേശികളും ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത്രമാത്രം വൈവിധ്യമാർന്ന ചലനങ്ങൾ സാധ്യമാകുന്നത്. ചെറുതും വലുതുമായ 206 അസ്ഥികൾ ചേർന്നതാണ് മനുഷ്യനിലെ അസ്ഥി വ്യവസ്ഥ. അപ്പം നമ്മുടെ ടോട്ടൽ മനുഷ്യ ശരീരത്തിൽ എത്രയാണ് അസ്ഥി ഉള്ളത്? 206 അസ്ഥികളാണ് ഉള്ളത്. അസ്ഥികളുടെ സ്ഥാനമനുസരിച്ച് മനുഷ്യാസ്ഥികൂടത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? അക്ഷാസ്ഥികൂടമെന്നും അനുബന്ധാസ്ഥികൂടമെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ആക്സിയൽ സ്കെലിട്ടൺ ആൻഡ് അപ്പൻഡിക്കുലർ സ്കെലിട്ടൺ. ഓക്കെ, രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചിത്രം കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അക്ഷാസ്ഥികൂടത്തിൽ വരുന്നത് ഏതൊക്കെയാണ്, അനുബന്ധാസ്ഥികൂടത്തിൽ വരുന്നത് ഏതൊക്കെയാണ്. നോക്കുക, അക്ഷാസ്ഥികൂടത്തിൽ വരുന്ന ഏതൊക്കെയാണ്? തലയോടിൽ വരുന്ന അസ്ഥികളുടെ എണ്ണം 29. മാറെല്ല് നമുക്കറിയാം ഒരെണ്ണാണുള്ളത് അല്ലേ, മാറെല്ല് ഒരെണ്ണം. വാരിയെല്ലുകൾ ഒരു ഭാഗത്ത് 12, അങ്ങനെ രണ്ട് ഭാഗത്തും കൂടെ 24. നട്ടെല്ല് 26. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അക്ഷാസ്ഥികൂടത്തിൽ വരുന്നത്. ഇനി അനുബന്ധാസ്ഥികൂടത്തിൽ വരുന്ന ഏതൊക്കെയാണ്? തോൾവലയം അല്ലെ, ഒരു ഭാഗത്ത് 2, അങ്ങനെ രണ്ട് ഭാഗത്തും കൂടെ 4. ദെൻ കൈകളിലെ അസ്ഥികൾ ഒരു ഭാഗത്ത് 30 അസ്ഥികളാണ്, രണ്ടിടത്തും കൂടെ 60. ദെൻ ശ്രോണീവലയം. ഓക്കെ, അത് 1x2. ഓക്കെ, രണ്ട് ഭാഗത്തും കൂടെ ഓരോന്ന് വെച്ചിട്ട് 2 എണ്ണം. ഇത് ഇവിടെ പിക്ചർ കാണുന്നുണ്ടല്ലോ. അടുത്തത് കാലിലെ അസ്ഥികൾ 30 ഒരു ഭാഗത്ത്, രണ്ടിടത്തും കൂടെ 60. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് അനുബന്ധാസ്ഥികൂടത്തിൽ വരുന്നത്. അക്ഷാസ്ഥികൂടത്തിൽ വരുന്നത് ഇപ്പുറത്തുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഈ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ട് പഠിക്കാം. അക്ഷാസ്ഥികൂടത്തിൽ ഏതൊക്കെയാണ് വരുന്നത്? തലയോട്, മാറെല്ല്, വാരിയെല്ലുകൾ, നട്ടെല്ല്. അനുബന്ധാസ്ഥികൂടത്തിൽ വരുന്നത് തോൾവലയം, കൈകളിലെ കാലുകളിലെയും അസ്ഥികൾ, ശ്രോണീവലയം എന്നിവയാണ് അനുബന്ധാസ്ഥികൂടത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ 2 തരത്തിലുള്ള അസ്ഥികൾ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ. ഇനി അസ്ഥികളുടെയും പേശികളുടെയും സംയോജിത പ്രവർത്തനം എപ്രകാരമാണ് ചലനങ്ങളുടെ വൈവിധ്യം കൂട്ടുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇവിടെ നോക്കുക, കൈകളിലെ പേശികൾ അല്ലെ, കൈയിലെ പേശികളുടെ പ്രവർത്തനത്തിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കുക, നിവർത്തൽ പേശി അയയുന്നു. ഇവിടെ നോക്കുക, ടെൻഡൻ മടക്കൽ പേശി സങ്കോചിക്കുന്നു. നമ്മളിങ്ങനെ കൈ മടക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നിവർത്തൽ പേശി അയയുകയും മടക്കൽ പേശി സങ്കോചിക്കുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ കൈ അയച്ചു വിടുന്ന സമയത്ത് എന്താണ്? നിവർത്തൽ പേശി സങ്കോചിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കൈകളിലെ പേശികളിലെ ചലനം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നോക്കുക, സ്റ്റിറോയിഡുകൾ രക്ഷകനും ശിക്ഷകനും. നോക്കുക, സ്റ്റിറോയിഡുകൾ എന്നറിയപ്പെടുന്ന രാസവസ്തുക്കൾ ചില രോഗങ്ങൾക്ക് ഔഷധമായി നൽകാറുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഔഷധം ഉപയോഗിക്കുന്നത് ആരോഗ്യ പരിരക്ഷയുടെ ഭാഗമാണ്. എന്നാൽ ചില കായിക താരങ്ങൾ സ്റ്റിറോയിഡുകൾ ദുരുപയോഗം ചെയ്യുന്ന വാർത്തകൾ കായിക മേഖലയിൽ നിന്ന് ഉയരാറുണ്ട്. സ്റ്റിറോയിഡ് പേശീകോശങ്ങളിലെ ഊർജോൽപാദനം വർദ്ധിപ്പിക്കുന്നതാണ് കാരണം. സ്റ്റിറോയിഡ് എന്താണ് ചെയ്യുന്നത്? പേശീകോശങ്ങളിലെ ഊർജോൽപാദനം വർദ്ധിപ്പിക്കുന്നതാണ് കാരണം. എന്നാൽ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി അവ വിവേകരഹിതമായി ഉപയോഗിക്കുമ്പോൾ പിൽക്കാലത്ത് സംഭവിക്കുന്ന ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായിട്ടുള്ള തകരാറുകൾ, ലൈംഗിക ഹോർമോൺ അസന്തുലിതാവസ്ഥ തുടങ്ങിയ പ്രത്യാഘാതങ്ങൾ വിസ്മരിക്കപ്പെടുന്നു. ഇത് ഒരേ സമയം തന്നോടും സമൂഹത്തോടും ചെയ്യുന്ന കുറ്റമാണ്. അപ്പോൾ സ്റ്റെറോയിഡുകൾ കുത്തിവെച്ചിട്ട് ഈ കായികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കായിക താരങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? സ്റ്റിറോയിഡ് എന്ന് പറയുന്ന ഹോർമോൺ കുത്തിവെക്കാറുണ്ട്. അവരുടെ സ്പോർട്സിലൊക്കെ അവർക്ക് നല്ല പോലെ ആക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതുമൂലം ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായിട്ടുള്ള തകരാറുകൾ, ലൈംഗിക ഹോർമോൺ അസന്തുലിതാവസ്ഥ തുടങ്ങിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവുന്നത്. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി പേശികൾ അസ്ഥികളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ചലനങ്ങൾ കൂടുതൽ പൂർണ്ണതയും മികവും കൈവരിക്കുന്നത്. കയ്യിലെ പേശികളിൽ ഒന്ന് സങ്കോചിക്കുമ്പോൾ മറ്റേത് അയയുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കി അല്ലെ, നമ്മൾ ചിത്രത്തിൽ കണ്ടതാണ്. ഒന്ന് സങ്കോചിക്കുമ്പോൾ മറ്റൊന്ന് അയയുന്നു. ഇത്തരം പേശി ജോഡികളെ പ്രതിദ്വന്ദ്വി പേശികൾ എന്ന് പറയുന്നു. പ്രതിദ്വന്ദ്വി പേശികളുടെ പ്രവർത്തനമാണ് മിക്ക ശരീര ചലനങ്ങളുടെയും അടിസ്ഥാനം. അതായത് നമ്മൾ കൈകളിലെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ നമ്മളൊരു ചിത്രം കണ്ടില്ലേ? എന്താണ്? നിവർത്തൽ പേശി അയയുന്നു, മടക്കൽ പേശി സങ്കോചിക്കുന്നു. ഒന്ന് അയയുന്ന സമയത്ത് മറ്റേ ഒരെണ്ണം സങ്കോചിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള പേശികളെ, ഈ ഒരു ജോഡി പേശികളെയാണ് നമ്മൾ പ്രതിദ്വന്ദ്വി പേശികൾ എന്ന് പറയുന്നത്, ആന്റഗോണിസ്റ്റിക് മസിൽസ് എന്ന് പറയുന്നത്. ഈ പേശികളുടെ പ്രവർത്തനമാണ് എന്തിനു കാരണം? നമ്മുടെ ശരീര ചലനങ്ങളുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അസ്ഥിസന്ധികളും ചലനവും. അപ്പോൾ അസ്ഥികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ത് വഴിയാണ്? സന്ധികൾ വഴിയാണ്. അപ്പോൾ എന്താണ് സന്ധി? അസ്ഥികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് സന്ധികൾ വഴിയാണ്. സന്ധികൾ അസ്ഥികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകി ചലനത്തിൽ പങ്കുചേരാൻ സഹായിക്കുന്നു. സന്ധികൾ എന്താണ് ചെയ്യുന്നത്? അസ്ഥികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകി ചലനത്തിൽ പങ്കുചേരാൻ സഹായിക്കുന്നു. സന്ധികളുടെ വൈവിധ്യം അനുസരിച്ച് ചലനങ്ങളുടെ വൈവിധ്യവും ഏറുന്നു. ഓക്കെ, സന്ധികളുടെ വൈവിധ്യം അനുസരിച്ച് ചലനങ്ങളുടെ വൈവിധ്യവും ഏറുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പലതരത്തിലുള്ള സന്ധികളുണ്ട്. കീലസന്ധി, ഗോളര സന്ധി, വിജാഗിരി സന്ധി, തെന്നി നീങ്ങുന്ന സന്ധി. ഓക്കെ, അപ്പോൾ പിക്ചർ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കീലസന്ധി, ദെൻ ഗോളരസന്ധി. ഗോളരസന്ധിയൊക്കെ എവിടേക്കാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക. തോളിൻ്റെ ഇവിടെയും അതുപോലെ തന്നെ ഗോളരസന്ധി. ഇവിടെ കീലസന്ധി എന്ന് പറയുന്നത് എവിടെയാണ്? കഴുത്തിൻ്റെ അല്ലെ, കഴുത്തിൻ്റെ ഇവിടെ വരുന്നതാണ് കീലസന്ധി. ഷോൾഡറിൻ്റെ അടുത്തും അതുപോലെ തന്നെ ഇവിടെ തുടയുടെ ഈ ഒരു ഭാഗത്ത്, ഇടുപ്പിൻ്റെ ഭാഗത്ത് വരുന്നതാണ് ഗോളരസന്ധി. ദെൻ വിജാഗിരി സന്ധി എന്ന് പറയുന്നത് എവിടെയാണ്? കൈമുട്ട്, കാൽമുട്ട് എന്ന് പറയുന്ന ഭാഗങ്ങളിൽ വരുന്നതാണ് വിജാഗിരി സന്ധി. തെന്നി നീങ്ങുന്ന സന്ധി എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ കാലിൻ്റെ അല്ലെ, കാൽ വിരൽ പാദത്തിൻ്റെ അടുത്ത് വരുന്നതാണ് തെന്നി നീങ്ങുന്ന സന്ധി. അപ്പോൾ ഈ പിക്ചറും തന്നെ നമുക്ക് നോക്കിയാൽ ഇതൊക്കെ പഠിക്കാനായിട്ട് പറ്റും അല്ലെ. വേറെ പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല, പുറത്തുനിന്ന് വേറെ നമ്മൾക്ക് എഴുതി പഠിക്കേണ്ട ആവശ്യമില്ല. ഈ പിക്ചർ ഒന്ന് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. കഴുത്തിൻ്റെ ഭാഗത്ത് ആദ്യം അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? കീലസന്ധി. ദെൻ ഷോൾഡറുടെ ഭാഗത്തും അതുപോലെ തന്നെ ഇടുപ്പിലിൻ്റെ ഈ ഭാഗത്തായിട്ട് വരുന്നതാണ് ഗോളരസന്ധി. ദെൻ കൈമുട്ട്, കാൽമുട്ട് ഭാഗത്ത് വരുന്നതാണ് വിജാഗിരി സന്ധി. നമ്മുടെ കാൽപാദങ്ങളുടെ അടുത്ത് വരുന്നതാണ് തെന്നി നീങ്ങുന്ന സന്ധി. ഓക്കെ, അപ്പോൾ വിവിധ തരം സന്ധികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവിടെ കോളർ കേട്ടോ, നമ്മുടെ കോളം ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. നാനാവശത്തേക്ക് തിരിക്കാൻ കഴിയുന്ന സന്ധി ഏതാണ് എന്നുള്ളതൊക്കെ. നട്ടെല്ലിൻ്റെ ആദ്യ കശേരുവായി തലയോട് ചേരുന്നത് ഏതാണ്? കീലസന്ധി അല്ലേ. നമുക്ക് ഇങ്ങനെയൊക്കെ കഴുത്ത് തിരിക്കാനൊക്കെ പറ്റുന്നത് കീലസന്ധി. അപ്പോൾ ആ ഒരു കോളം നിങ്ങളൊന്ന് ഫില്ല് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കുക. സന്ധികളുടെ പ്രവർത്തനം സുഗമമാക്കുന്നതിന് അതിൻ്റെ ഘടന എത്രമാത്രം അനുയോജ്യമാണെന്ന് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, സന്ധികളുടെ
ഇത് കൊടുത്തിട്ടുണ്ട്. പ്രവർത്തനം കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് അസ്ഥികളുടെ അല്ലെങ്കിൽ അതിൻ്റെ ഘടന എത്രമാത്രം എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നോക്കുക, അസ്ഥി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അസ്ഥി. ദെൻ അടയാളപ്പെടുത്തി കാണുന്നുണ്ടല്ലോ. അടുത്തത് സൈനോവിയൽ സ്തരം. സൈനോവിയൽ സ്തരം എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? സൈനോവിയൽ ദ്രവം സ്രവിക്കുന്നു. സൈനോവിയൽ സ്തരം സൈനോവിയൽ ദ്രവം സ്രവിക്കുന്നു. ദെൻ സൈനോവിയൽ ദ്രവം ഇതെവിടെ യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ളതാണ്. സൈനോവിയൽ ദ്രവം അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായി പ്രവർത്തിക്കുന്നു. അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായി പ്രവർത്തിക്കുന്നു. ദെൻ ക്യാപ്സ്യൂൾ. ക്യാപ്സ്യൂൾ എന്താണ് ചെയ്യുന്നത്? സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. ക്യാപ്സ്യൂൾ എന്താണ് ചെയ്യുന്നത്? സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. ദെൻ തരുണാസ്ഥി. തരുണാസ്ഥി എന്താണ് ചെയ്യുന്നത്? അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കുന്നു. അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കുന്ന ആളാണ് തരുണാസ്ഥി. അടുത്തത് സ്നായുക്കൾ. സ്നായുക്കൾ എന്താണ് ചെയ്യുന്നത്? അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്തുന്നു. അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ആരാണ്? സ്നായുക്കളാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കാം. ഇനി ചലനത്തിന് സഹായിക്കുക എന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല അസ്ഥിവ്യവസ്ഥയുടെ ധർമ്മങ്ങൾ. പിന്നെന്തൊക്കെയാണ്? നമ്മുടെ ശരീരത്തിന് ആകൃതി നൽകുന്നത്, ബലം നൽകുന്നത്, കേൾവിക്ക് സഹായിക്കുന്നു, അല്ലേ? അപ്പം അങ്ങനെയുള്ള കുറേയധികം ഫംഗ്ഷൻ ആർക്കുണ്ട്? അസ്ഥി വ്യവസ്ഥയ്ക്ക് ഉണ്ട്. ഇനി അടുത്തത് നോക്കുക, സന്ധിവാതം. അതായത് എന്താണ്? അസ്ഥികൾക്കും പേശികൾക്കും ഒക്കെ സംഭവിക്കുന്ന തകരാറുകൾ, രോഗം എന്നുള്ളത് പറയാം. അപ്പോൾ സന്ധിവാതം അല്ലെങ്കിൽ റുമാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് എന്താണ്? സന്ധികളിലെ അണുബാധ, പരിക്കുകൾ, പ്രായാധിക്യം എന്നിവയാണ് കാരണം. സന്ധികളിലെ അണുബാധ, പരിക്കുകൾ, പ്രായാധിക്യം എന്നിവയാണ് കാരണം. തരുണാസ്ഥി വലയത്തിന് തകരാറ്. ഓക്കെ, തരുണാസ്ഥി വലയം എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിനുള്ള തകരാറ്, അസഹനീയമായ വേദന, സന്ധികൾ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ, ഇതാണ് എന്ത്? സന്ധിവാതം എന്ന് പറയുന്നത്. ഇനി അസ്ഥിസ്ഥാനഭ്രംശം, ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? സന്ധികളിലെ അസ്ഥികൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാവുന്നതിനെയാണ് അസ്ഥിസ്ഥാനഭ്രംശം എന്ന് പറയുന്നത്. സ്നായുക്കൾക്കാണ് തകരാറ്. തരുണാസ്ഥി വലയത്തിന് തകരാറ് വരുന്ന ഏതിലാണ്? സന്ധിവാതത്തിലാണ്. സ്നായുക്കൾക്ക് തകരാറ് വരുന്നത് അസ്ഥിസ്ഥാനഭ്രംശത്തിലാണ്. കഠിനമായ വേദന, നീർവീക്കം, ചലിപ്പിക്കാൻ പ്രയാസം എന്നിവയാണ് അസ്ഥിസ്ഥാനഭ്രംശത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സന്ധിവാതവും അസ്ഥിസ്ഥാനഭ്രംശവും എന്താണെന്ന് കിട്ടി. അടുത്ത അസുഖമാണ് ഉളുക്ക്. ഉളുക്ക് അല്ലെങ്കിൽ സ്പ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്നതിനെയാണ് ഉളുക്ക് എന്ന് പറയുന്നത്. സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്നു. കഠിനമായ വേദന, നീർവീക്കം എന്നിവയാണ് ലക്ഷണങ്ങൾ. ഉളുക്ക് നമുക്ക് അറിയുന്നതാണ്, അല്ലേ? അടുത്തത് ഓസ്റ്റിയോപോറോസിസ്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടായി ഒടിവ് സംഭവിക്കുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത്? ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് കേട്ടോ. അസ്ഥികൾക്ക് എന്ത് സംഭവിക്കുന്നു? ബലക്ഷയം ഉണ്ടായിട്ട് ഒടിവ് സംഭവിക്കുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ്. കാൽസ്യത്തിൻ്റെ കുറവ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ്, വിറ്റമിൻ ഡിയുടെ കുറവ് എന്നിവ കാരണമാകാം. ഓക്കെ, കാൽസ്യത്തിൻ്റെ കുറവ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ്, വിറ്റമിൻ ഡിയുടെ കുറവ് എന്നിവ കാരണമാകാം. ഇടുപ്പെല്ല്, മണിബന്ധം, നട്ടെല്ല് എന്നീ ഭാഗങ്ങളെയാണ് ഈ ഓസ്റ്റിയോപോറോസിസ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. ഇടുപ്പെല്ല്, മണിബന്ധം, നട്ടെല്ല് എന്നീ ഭാഗങ്ങളെയാണ് ഓസ്റ്റിയോപോറോസിസ് കൂടുതലായിട്ട് ബാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, അടുത്തത് പേശീക്ഷയം. പേശീക്ഷയം അല്ലെങ്കിൽ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത് എന്താണ്? പല കാരണങ്ങളാൽ പേശികൾക്ക് നാശമുണ്ടാകുന്ന അവസ്ഥയാണ്. ഓക്കെ, പേശീക്ഷയം, പേശികൾക്ക് നാശമുണ്ടാകുന്ന അവസ്ഥയാണ് പേശീക്ഷയം. പേശികൾ എന്താകുന്നു? ദുർബലമാകുന്നു. സാധാരണയായി കാണപ്പെടുന്നത് ആൺകുട്ടികളിലാണ്. പേശീക്ഷയം സാധാരണയായിട്ട് ആരിലാണ് കാണപ്പെടുന്നത്? ആൺകുട്ടികളിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും രോഗങ്ങളാണ് അസ്ഥിയും പേശിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ. ഇനി അടുത്തത് അസ്ഥികൂടം പേശിക്ക് പുറത്ത്. നട്ടെല്ലുള്ള ജീവികളിലെല്ലാം പേശികൾക്കുള്ളിലാണ് അസ്ഥികൂടം കാണപ്പെടുന്നത്. അതുകൊണ്ട് അതിനെ ആന്തരാസ്ഥികൂടം എന്ന് പറയാം. എന്നാൽ നട്ടെല്ലില്ലാത്ത ജീവികളുടെ ശരീരത്തിനുള്ളിൽ അസ്ഥികളില്ലെങ്കിലും അവയിൽ കാണപ്പെടുന്ന ബാഹ്യാസ്ഥികൂടത്തെ മുൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കതൊന്നും പഠിക്കാനില്ലാത്തത് കൊണ്ട് നമ്മളത് പഠിച്ചില്ല. ഇനി ആന്തരാസ്ഥികൂടമുള്ള ജീവികളിലും ബാഹ്യാസ്ഥികൂടത്തിൻ്റെ അംശങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് നമുക്കൊരു കോളം തന്നിട്ടുണ്ട്, നോക്കുക. ജീവികൾ, മനുഷ്യൻ, ഉരഗങ്ങൾ,
ബാഹ്യാസ്ഥികൂടത്തിൻ്റെ ഭാഗങ്ങൾ, നമ്മുടെ കൈകളിലും അല്ലെ നഖം, നമ്മുടെ മുടി, ഇതെല്ലാം എന്താണ് മനുഷ്യരിൽ കാണുന്ന ബാഹ്യാസ്ഥികൂടമാണ്. ഉരകങ്ങളിലാണെങ്കിൽ അവരുടെ ശൽക്കങ്ങൾ, നഖം, ഇതൊക്കെ എന്താണ് ഉരകങ്ങളിൽ ബാഹ്യാസ്ഥികൂടത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ബാഹ്യാസ്ഥികൂടം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. മനുഷ്യൻ്റെ കാര്യം പറയണമെങ്കിൽ നമ്മുടെ നഖം, മുടി, ഇതെല്ലാം എന്താണ് ബാഹ്യാസ്ഥികൂടമാണ്. നമ്മുടെ ശരീരത്തിനകത്ത് കാണുന്നത് ആന്തരാസ്ഥികൂടവും പുറത്ത് കാണപ്പെടുന്നത് ബാഹ്യാസ്ഥികൂടമാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അസ്ഥികൂടമില്ലാതെയും ചലനം. ചലനം ജീവന്റെ പൊതുലക്ഷണമാണ്. അസ്ഥികൂടമില്ലാതെയും ചലിക്കുന്ന ജീവികളുണ്ട്. അപ്പം നമുക്ക് മനുഷ്യരുടെ കാര്യമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അസ്ഥി വ്യവസ്ഥ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളൊക്കെ മറ്റുള്ള ജീവികളുടെയും സസ്യങ്ങളുടെയും കാര്യങ്ങൾ നമ്മളിപ്പോൾ തൽക്കാലം പഠിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അസ്ഥി വ്യവസ്ഥ എന്ന് പറയുന്ന ഭാഗം ഇവിടെ കൊണ്ട് നിർത്തുവാണ് കേട്ടോ. ബാക്കിയുള്ള ജീവികളുടെ നമുക്കിവിടെ പഠിക്കേണ്ട കാര്യമില്ല, ഹ്യൂമൻ ബോഡി ആണല്ലോ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അസ്ഥി വ്യവസ്ഥ എന്താണെന്നുള്ളത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മെയിനായിട്ട് ഇവിടെ പഠിക്കേണ്ടത് എന്തൊക്കെയാണ്? അസ്ഥികൾ എന്താണ്, പേശികൾ എന്താണ്, സന്ധികൾ എന്താണ്, അക്ഷാസ്ഥികൂടം, അനുബന്ധാസ്ഥികൂടം, അവയുടെ എല്ലുകളുടെ എണ്ണം, അതുപോലെ തന്നെ അസ്ഥി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ അത് പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. അറിവിൻ്റെ വാതായനങ്ങൾ, ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ള ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഒന്ന് ഏതാണ്? കണ്ണാണ്. കണ്ണിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ദ്രിയാനുഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ മസ്തിഷ്കത്തെ സഹായിക്കുന്ന പ്രധാന ഇന്ദ്രിയമാണ് എന്തെന്ന് പറയുന്നത്? കണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കണ്ണിൻ്റെ ഓരോ ഭാഗങ്ങളും അതെങ്ങനെയാണ് അവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു കോളം പോലെ നോക്കുക. നേത്രകോടരം തലയോട്ടിയിലെ കുഴികളാണ് നേത്രകോടരം. ബാഹ്യകൺപേശികൾ കണ്ണുകളെ നേത്രകോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നു. കൺജക്റ്റൈവ ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മം നേത്രഗോളത്തിൻ്റെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്നു. കണ്ണുനീർ കണ്ണിൻ്റെ മുൻഭാഗത്ത് വൃത്തിയാക്കുകയും നനവുള്ളതാക്കി നിർത്തുകയും ചെയ്യുന്നു. കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ള ലൈസോസൈം എന്ന എൻസൈം രോഗാണുക്കളെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിവിടെ എന്താണ് അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പാർട്ടായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ കണ്ണെടുത്തു കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ പാർട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ദൃഢപടലം, രക്തപടലം, റെറ്റിന, പീതബിന്ദു, നേത്രനാഡി, അന്ധബിന്ദു, ലെൻസ്, പ്യൂപ്പിൾ, ഐറിസ്, കോർണിയ, കൺജക്റ്റൈവ. അപ്പോൾ ഇത്രയും പാർട്സാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, കണ്ണിൻ്റെ ഭാഗങ്ങൾ. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ചിത്രം വെച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു ക്ലാസ് റൂം സെഷൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് ആവശ്യമുള്ളവർ ആ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക, കണ്ണിലെ പാളികൾ പ്രധാനമായിട്ടും 3 പാളികളാണുള്ളത്. ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. ഓക്കെ, കണ്ണിലെ പാളികളെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദൃഢപടലം അഥവാ സ്ക്ലീറ, രക്തപടലം അഥവാ കൊറോയിഡ്, ദൃഷ്ടിപടലം അഥവാ റെറ്റിന. ഇങ്ങനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദൃഢപടലം എന്ന് പറയുന്നത് എന്താണ്? കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണ്. കണ്ണിന് ദൃഢത നൽകുന്ന, നമുക്ക് ഈ ചിത്രം നോക്കിയാലായിട്ട് അറിയാൻ പറ്റും, കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറത്തിലുള്ള, ഇവിടെ വരയ്ക്കുമ്പോൾ നമുക്ക് ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത്, വെളുത്ത നിറത്തിലുള്ള എന്താണ് ബാഹ്യപാളിയാണ് എന്ത്? ദൃഢപടലം എന്ന് പറയുന്നത്. യോജക കലയാൽ നിർമ്മിതം. ഓക്കെ, യോജക കല കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണ് എന്ത്? ദൃഢപടലം. യോജക കലയാൽ നിർമ്മിതം. അടുത്തത് രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ് എന്ന് പറയുന്നത് എന്താണ്? ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയാണ്. രക്തപടലം എന്നല്ലേ പേര്. അപ്പോൾ രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയാണ് രക്തപടലം. അടുത്തത് ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന എന്ന് പറയും. അപ്പോൾ ഇവിടെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് എന്ത്? ദൃഷ്ടിപടലം. അപ്പോൾ 3 പാളി നമ്മൾ പഠിച്ചു. ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം അല്ലേ. ദൃഢപടലം എന്തായിരുന്നു? കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണ്, യോജക കലയാൽ നിർമ്മിതം എന്ന് പറഞ്ഞു. രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ് എന്ന് പറയുമ്പോൾ ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയാണ്. ദൃഷ്ടിപടലം എന്ന് പറയുമ്പോൾ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ്. ഇനി ഈ ഓരോ പാളിയിലും വരുന്ന ഭാഗങ്ങളാണ് പറയുന്നത്. ദൃഢപടലത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? കോർണിയ, കൺജക്റ്റൈവ. ഓക്കെ, കോർണിയയും കൺജക്റ്റൈവയും ദൃഢപടലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നോക്കുക, അപ്പോൾ അതിൽ കോർണിയ എന്ന് പറയുന്നത് എന്താണ്? ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും
മുന്നോട്ട് തള്ളിയതുമായിട്ടുള്ള ഭാഗമാണ്. ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായിട്ടുള്ള ഭാഗമാണ് കോർണിയ. അത് ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. കോർണിയ എന്ന് പറഞ്ഞിട്ട് ഇതാണ് കോർണിയ. ഇവിടെ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ തള്ളി കാണുന്ന ഭാഗം കണ്ടോ, അതാണ് കോർണിയ. അപ്പം അത് ദൃഢപടലത്തിന്റെ ഭാഗമാണ്. ഇത് ഇങ്ങനെ വരുന്നുണ്ട്, ദൃഢപടലത്തിന്റെ ഭാഗമാണ്, സുതാര്യമാണ്, മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ കോർണിയ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നു. കോർണിയ എന്താണ് ചെയ്യുന്നത്? പ്രകാശരശ്മികളെ കണ്ണിലോട്ട് പ്രവേശിപ്പിക്കുന്നത് കോർണിയാണ്. ഓക്കെ, ഇനി അടുത്ത ഭാഗമാണ് ദൃഢപടലത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കൺജക്റ്റൈവ. ദൃഢപടലത്തിന്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ്. ദൃഢപടലത്തിന്റെ മുൻവശത്ത് നമ്മൾ പറഞ്ഞു മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഭാഗം കോർണിയാണ്. ആ കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന ഭാഗമാണ് കൺജക്റ്റൈവ. ഇതെവിടെ കാണുന്നുണ്ട്, ഒരു യെല്ലോ കളറിൽ ഇതെവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അതാണ് കൺജക്റ്റൈവ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദൃഢപടലത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കോർണിയയും കൺജക്റ്റൈവയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് രക്തപടലത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഐറിസും പ്യൂപ്പിളും. അപ്പം എന്താ നോക്കാം. ഐറിസ് എന്ന് പറയുമ്പോൾ കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപടലത്തിന്റെ ഭാഗമാണ്. കോർണിയയുടെ പിൻഭാഗത്താണ് കാണപ്പെടുന്നത്, രക്തപടലത്തിന്റെ ഭാഗമാണ് എന്ത് ഐറിസ് എന്ന് പറയുന്നത്. ഇത് എവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു സർക്കിൾ ഷേപ്പിൽ, സർക്കിൾ അല്ല ഒരു ഓവൽ ഷേപ്പിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നതുണ്ടോ, അതാണ് എന്ത് ഐറിസ് എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ട് മുന്നേ കാണുന്ന റെഡ് കളറിലുള്ളതാണ് ഐറിസ്. ഇത് ഇവിടെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇങ്ങനെ ലെൻസ് പോലെ ഉണ്ട്, അതിൻ്റെ ഫ്രണ്ടിലോട്ട് ഒരു റെഡ് കളറിൽ ഇങ്ങനെ കാണുന്നില്ലേ, അതാണ് ഐറിസ് എന്ന് പറയുന്നത്. പിക്ചർ ഒന്ന് സൂം ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഐറിസ് എന്ന് പറയുന്നത് കോർണിയയുടെ പിൻഭാഗത്തായിട്ട് കാണപ്പെടുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ്. മെലനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം ഇരുണ്ട നിറം നൽകുന്നു. എവിടെയാണ് മെലനിൻ? മെലനിൻ എന്ന് പറയുന്ന വർണ്ണവസ്തു ഉള്ളതുകൊണ്ട് ഇരുണ്ട നിറം നൽകുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഐറിസ് എന്ന് പറയുന്നത്. അടുത്തത് പ്യൂപ്പിൾ. പ്യൂപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഇതിന്റെ വലുപ്പം ക്രമീകരിക്കപ്പെടുന്നു. അപ്പോൾ ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് ദേ ഇവിടെ കാണുന്ന എന്താണ് സെന്ററിൽ വരുന്നതാണ് സുഷിരം. ദേ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ, അതാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐറിസിന്റെ മധ്യഭാഗത്ത് കാണപ്പെടുന്ന സുഷിരമാണ് എന്ത് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, പ്യൂപ്പിൾ എന്താണ് ചെയ്യുന്നത്? പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് വലുപ്പം ക്രമീകരിക്കപ്പെടുന്നത് പ്യൂപ്പിളാണ്. ഇനി അടുത്തത് നോക്കുക. ദൃഷ്ടിപടലത്തിൻ്റെ ഭാഗമായിട്ട് റെറ്റിനയുടെ ഭാഗമായിട്ട് വരുന്ന രണ്ട് പാർട്ടാണുള്ളത്, പീതബിന്ദു, അന്ധബിന്ദു. എന്താണ് പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട് എന്ന് പറയുന്നത്? റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ്. ഓക്കെ, പീതബിന്ദു റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ്. പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ളത് ഇവിടെയാണ്. പീതബിന്ദുവിലാണ് പ്രതിബിംബത്തിന് എന്തുണ്ടാവുക? ഏറ്റവും കൂടുതൽ തെളിമയുണ്ടാവുക. ഓക്കെ, അപ്പോൾ റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു, ഏറ്റവും തെളിമയുള്ള പ്രതിബിംബം കാണപ്പെടുന്നു. അടുത്തത് അന്ധബിന്ദു എന്ന് പറയുമ്പോൾ എന്താണ്? റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗമാണ്. ഇവിടെ പ്രകാശഗ്രാഹികൾ ഇല്ലാത്തതിനാൽ കാഴ്ചയില്ല. അപ്പോൾ കാഴ്ചയില്ലാത്ത ഭാഗമാണ് അല്ലെങ്കിൽ പ്രകാശഗ്രാഹികൾ ഇല്ലാത്ത ഭാഗമാണ് അന്ധബിന്ദു. ഇതെവിടെ കാണുന്നുണ്ടല്ലോ അന്ധബിന്ദു, ഇതെവിടെ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നത്, ഇതാണ് അന്ധബിന്ദു എന്ന് പറയുന്നത്. പീതബിന്ദു എന്ന് പറയുമ്പോൾ ഇതെവിടെ കാണുന്ന ഒരു ചെറിയ ഭാഗം കാണുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് പീതബിന്ദു, അന്ധബിന്ദു. ഇനി അടുത്തത് ലെൻസ്. ലെൻസ് നോക്കുക. സുതാര്യവും ഇലാസ്തികതയുള്ളതുമായിട്ടുള്ള കോൺവെക്സ് ലെൻസ് ആണ് ഉള്ളത്. നമ്മുടെ കണ്ണിലുള്ളത് എന്താണ്? സുതാര്യവും ഇലാസ്തികതയുള്ളതുമായിട്ടുള്ള കോൺവെക്സ് ലെൻസ് ആണ് ഉള്ളത്. സ്നായുക്കൾ എന്ന ചരടുകൾ വഴിയാണ് സീലിയറി പേശികളുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, സ്നായുക്കൾ എന്ന് പറയുന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായിട്ട് ബന്ധിപ്പിച്ചാണ് എന്തിരിക്കുന്നത്? ലെൻസ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സീലിയറി പേശികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ് സീലിയറി പേശികൾ. ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലും ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നു. അപ്പം ലെൻസിൻ്റെ വക്രതയെ ക്രമീകരിക്കുന്നത് എന്താണ്? സീലിയറി പേശികളുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലുമാണ് ലെൻസിൻ്റെ വക്രതയെ ക്രമീകരിക്കുന്നത്. ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ് സീലിയറി പേശികൾ. ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലുമാണ് ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നത്. അടുത്തത് നേത്രനാഡി. നേത്രനാഡി എന്ന് പറയുമ്പോൾ
പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലോട്ട് കൊണ്ടുപോകുന്നു. നേത്രനാഡിയുടെ ഫംഗ്ഷൻ എന്താണ്? പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലോട്ട് കൊണ്ടുപോകുന്നത് ആരാണ്? നേത്രനാഡിയാണ്. എവിടെയാണ് നേത്രനാഡി വരുന്നത്? അതേ പിക്ചർ നോക്കുക. ഈ കാണുന്നതാണ് നേത്രനാഡി എന്ന് പറയുന്നത്. കാണുന്നുണ്ടല്ലോ? ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് എന്താണ്, ചിത്രം നോക്കി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് റൂം സെഷൻ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലായിക്കോളും. അപ്പോൾ അതിൽ ഓരോ പാർട്ടും നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഫംഗ്ഷനും നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അടുത്തത് കണ്ണിലെ ദ്രവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അക്വസ് ദ്രവം, വിട്രിയസ് ദ്രവം. രണ്ട് തരത്തിലുള്ള ദ്രവങ്ങളാണ് കണ്ണിലകത്തുള്ളത്, അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും. അപ്പോൾ നോക്കുക, കോർണിയയ്ക്കും ലെൻസിനും ഇടയിലെ അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലുള്ള ദ്രവമാണ് അക്വസ് ദ്രവം. ഓക്കെ, കോർണിയ എന്താന്ന് പറഞ്ഞു, ലെൻസ് എന്താന്ന് പറഞ്ഞു. അപ്പോൾ കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അക്വസ് അറയുണ്ട്, അതിൽ നിറഞ്ഞിരിക്കുന്ന ജലമാണ് അക്വസ് ദ്രവം എന്ന് പറയുന്നത്. ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലോട്ട് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് ഏത് ദ്രവമാണ്? അക്വസ് ദ്രവമാണ്. ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലോട്ട് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നുണ്ട്. അടുത്തത് വിട്രിയസ് ദ്രവം എന്ന് പറയുമ്പോൾ എന്താണ്? ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രവം. ഓക്കെ, ലെൻസിനും റെറ്റിനയ്ക്കും, നേരത്തെ പറഞ്ഞു കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അക്വസ് അറയിലുള്ളതാണ് അക്വസ് ദ്രവം എന്ന് പറഞ്ഞു. ഇവിടെ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നതാണ് വിട്രിയസ് ദ്രവം. ഓക്കെ, അപ്പോൾ കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് അക്വസ് ദ്രവമാണ്. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന എന്താണ്? വിട്രിയസ് ദ്രവമാണ്. അപ്പോൾ ഈ രണ്ട് ദ്രവങ്ങളുടെ ഫംഗ്ഷനും പഠിച്ചു വെക്കുക. ഇനി കണ്ണിലെ പ്രകാശ ക്രമീകരണം നോക്കുക. കൂടിയ അളവിൽ പ്രകാശം പ്രവേശിക്കുന്നത് കണ്ണിലെ കലകൾക്ക് ദോഷകരമാണ്. ഐറിസും അതിൻ്റെ മധ്യഭാഗത്തുള്ള പ്യൂപ്പിൾ എന്ന സുഷിരവും കണ്ണിലേക്ക് പതിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. മങ്ങിയ പ്രകാശത്തിലും തീവ്രപ്രകാശത്തിലും പ്യൂപ്പിളിനുണ്ടാകുന്ന മാറ്റം സംബന്ധിച്ച് ഇവിടെ താഴെ തന്നിട്ടുണ്ട്. നോക്കുക, മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിളിനുണ്ടാകുന്ന മാറ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്, തീവ്രപ്രകാശത്തിൽ ഉണ്ടാകുന്ന മാറ്റവും കൊടുത്തിട്ടുണ്ട്. എന്ത് മാറ്റമാണ് ഇവിടെ ഉണ്ടാവുന്നത്? അതായത് മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു. മങ്ങിയ പ്രകാശത്തിൽ എന്താണ് ചെയ്യുന്നത്? റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു. തീവ്രപ്രകാശത്തിൽ വലയ പേശികൾ സങ്കോചിക്കുന്നു. ഓക്കെ, ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. മങ്ങിയ പ്രകാശത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പ്യൂപ്പിളിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു. തീവ്രപ്രകാശത്തിൽ എന്താണ്? വലയ പേശികൾ സങ്കോചിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കണ്ണിലെ പ്രകാശ ക്രമീകരണം എന്ന് പറയുന്നത്. ഇനി ഐറിസിലെ വലയപേശിയുടെയും റേഡിയൽ പേശിയുടെയും പ്രവർത്തനത്തിലൂടെയാണ് പ്യൂപ്പിളിൻ്റെ വലുപ്പം ക്രമീകരിക്കുന്നത്. പ്യൂപ്പിളിൻ്റെ വലുപ്പം ക്രമീകരിക്കുന്നത് ഐറിസിലെ വലയപേശിയുടെയും റേഡിയൽ പേശിയുടെയും പ്രവർത്തനത്തിലൂടെയാണ്. മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിൾ വികസിക്കുന്നു. എന്താണ് ചെയ്യുന്നത്? മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ എന്ത് ചെയ്യുന്നു? സങ്കോചിക്കുന്നു. അപ്പോൾ പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു? വികസിക്കുന്നു. ഇനി തീവ്രപ്രകാശത്തിലാണെങ്കിൽ വലയപേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു? ചുരുങ്ങുന്നു. അങ്ങനെ പ്രകാശ തീവ്രതയ്ക്ക് അനുസൃതമായി ലെൻസിലേക്കുള്ള പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കപ്പെടുന്നു. അപ്പോൾ പ്രകാശത്തിലേക്കുള്ള ലെൻസിലേക്കുള്ള പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ആരാണ്? ഈ ഐറിസിലുള്ള വലയപേശിയുടെയും റേഡിയൽ പേശിയുടെയും പ്രവർത്തനങ്ങളാണ്. മങ്ങിയ പ്രകാശത്തിൽ എന്താണ് ചെയ്യുന്നത്? റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു, അപ്പോൾ പ്യൂപ്പിൾ വികസിക്കുന്നു. തീവ്രപ്രകാശത്തിൽ വലയപേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു? ചുരുങ്ങുന്നു. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി പ്രതിബിംബം രൂപപ്പെടുന്ന വിധം നോക്കുക. വസ്തുവിൽ നിന്നും പ്രതിഫലിച്ചു വരുന്ന പ്രകാശരശ്മികൾ റെറ്റിനയിൽ പതിപ്പിക്കുന്നതിന് കോർണിയയുടെയും ലെൻസിൻ്റെയും വക്രത സഹായിക്കുന്നു. വസ്തുവിൽ നിന്ന് പ്രതിഫലിച്ചു വരുന്ന പ്രകാശരശ്മികൾ റെറ്റിനയിൽ പതിക്കുന്നതിന് എന്താണ് സഹായിക്കുന്നത്? കോർണിയയുടെയും ലെൻസിൻ്റെയും വക്രത സഹായിക്കുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെയാണ് പ്രതിബിംബം രൂപപ്പെടുന്നത് എന്നുള്ള ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തുള്ള വസ്തുക്കളെയും അകലെയുള്ള വസ്തുവിനെയും വ്യക്തമായി കാണാനായിട്ടാകും. വസ്തുക്കളുടെ അകലത്തിനനുസരിച്ച് കണ്ണിൻ്റെ ലെൻസിൻ്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കാൻ കഴിയുന്നതാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നോക്കുക, അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്.
അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ. അതുപോലെ തന്നെ ഇത് കണ്ടോ, 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഇവിടെ നോക്കുക, അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സീലിയറി പേശികൾ സങ്കോചിക്കുന്നു, സ്നായുക്കൾ അയയുന്നു, ലെൻസിൻ്റെ വക്രത തന്നിട്ടില്ല, നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും അല്ലേ. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ലെൻസിൻ്റെ വക്രത എന്താണ് ചെയ്യുന്നത്? വക്രത കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. ലെൻസിൻ്റെ വക്രത കൂടുന്നു. ദെൻ അടുത്തത് ലെൻസിൻ്റെ വക്രത കൂടുന്നു, ഫോക്കൽ ദൂരം എന്ത് ചെയ്യും? അടുത്തുള്ള വസ്തുവിനെയാണ് നോക്കുന്നതെങ്കിൽ ഫോക്കൽ ദൂരം കുറയുകയായിരിക്കും ചെയ്യുക. ഇനി അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി പേശികൾ എന്താണ്? വിശ്രമാവസ്ഥയിലാകുന്നു, സ്നായുക്കൾ വലിയുന്നു, ലെൻസിൻ്റെ വക്രത എന്ത് ചെയ്യും? ഇവിടെ കുറയുകയാണ് ചെയ്യുക അല്ലേ. ലെൻസിൻ്റെ വക്രത കുറയുന്നു, ഫോക്കൽ ദൂരം എന്ത് ചെയ്യും? കൂടും അല്ലേ. അകലെയുള്ള വസ്തു ആകുമ്പോൾ ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്തുവാനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് സമഞ്ജനക്ഷമത എന്ന് പറയുന്നത്. അപ്പോൾ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. എന്താണ് സമഞ്ജനക്ഷമത? കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്തുവാനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് സമഞ്ജനക്ഷമത എന്ന് പറയുന്നത്. ഇനി അടുത്തത് റെറ്റിനയും പ്രകാശഗ്രാഹി കോശങ്ങളും നോക്കുക. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. റോഡ് കോശങ്ങൾ, കോൺ കോശങ്ങൾ എന്നിവയാണ് റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ. റെറ്റിനയിലുള്ള പ്രകാശഗ്രാഹി കോശങ്ങൾ ഏതൊക്കെയാണ്? റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. റോഡ് കോശങ്ങളാണ് കോൺ കോശങ്ങളെക്കാൾ എണ്ണത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഏതൊക്കെയാണ്? റോഡ് കോശങ്ങളും കോൺ കോശങ്ങളുമാണ്. ഇനി റോഡ് കോശങ്ങളിൽ റോഡോപ്സിൻ എന്ന കാഴ്ചാവർണ്ണകം ഉണ്ട്. ഓക്കെ, റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കാഴ്ചാവർണ്ണം അല്ലെങ്കിൽ വർണ്ണവസ്തു എന്ന് പറയുന്നത് എന്താണ്? വിഷ്വൽ പിഗ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? റോഡോപ്സിൻ ആണ്. ഇത് ഓപ്സിൻ എന്ന പ്രോട്ടീനും വിറ്റമിൻ എയിൽ നിന്നുണ്ടാവുന്ന റെറ്റിനാൽ എന്ന പദവും കൂടെ ചേർന്നിട്ടാണ് ഈ റോഡോപ്സിൻ എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. ഓക്കെ, റോഡോപ്സിൻ എന്ന് പറയാനായിട്ട് കാര്യം എന്താണ്? ഓപ്സിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനും വിറ്റമിൻ എയിൽ നിന്നുണ്ടാവുന്ന റെറ്റിനാൽ എന്ന പദാർത്ഥവും കൂടി ചേർന്നിട്ടാണ്, റെറ്റിനാലും വിറ്റമിൻ എയിലെ റെറ്റിനാലും ഓപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീനും കൂടെ ചേർന്നിട്ടാണ് ഇതുണ്ടാവുന്നത്, റോഡോപ്സിൻ ഉണ്ടാവുന്നത്. മങ്ങിയ പ്രകാശത്തിൽ പോലും ഉദ്ദീപിക്കപ്പെടുന്നതിനാൽ വസ്തുക്കളെ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ ഇവ സഹായിക്കുന്നു. ഓക്കെ, മങ്ങിയ പ്രകാശത്തിൽ പോലും ഉദ്ദീപിക്കപ്പെടുന്നതിനാൽ വസ്തുക്കളെ എന്ത് ചെയ്യുന്നു? മങ്ങിയ വെളിച്ചത്തിൽ പോലും കാണാനായിട്ട് സഹായിക്കുന്നു. ഏത്? റോഡോപ്സിൻ. ഇവയ്ക്ക് നിറങ്ങൾ തിരിച്ചറിയുവാനുള്ള കഴിവില്ല. റോഡോപ്സിൻ എന്ന് പറയുന്ന ഇതിന് നിറങ്ങളെ തിരിച്ചറിയുവാനുള്ള കഴിവില്ല. അടുത്തത് കോൺ കോശങ്ങൾ. കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ഫോട്ടോപ്സിൻ എന്ന് പറയുന്ന കാഴ്ചവർണ്ണകമാണ്. ഇതിനെ അയഡോപ്സിൻ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഫോട്ടോപ്സിനെ അയഡോപ്സിൻ എന്നും വിളിക്കാറുണ്ട്. ഇതും ഓപ്സിൻ എന്ന റെറ്റിനാൽ എന്നീ ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. പ്രകാശത്തിലെ ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന 3 തരം കോൺകോശങ്ങൾ നമ്മുടെ കണ്ണിലുണ്ട്. ഓപ്സിൻ തന്മാത്രയിലെ അമിനോ ആസിഡുകൾ വ്യത്യസ്തമായതാണ് ഈ വൈവിധ്യത്തിന് കാരണം. കോൺകോശങ്ങളുടെ പ്രവർത്തനമാണ് നമുക്ക് വർണ്ണക്കാഴ്ച സാധ്യമാക്കുന്നത്. അപ്പോൾ നമുക്ക് വർണ്ണക്കാഴ്ച സാധ്യമാക്കുന്നത് എന്താണ്? കോൺ കോശങ്ങളുടെ പ്രവർത്തനമാണ്. ഓക്കെ, കോൺ കോശങ്ങളുടെ പ്രവർത്തനമാണ് നമുക്ക് വർണ്ണക്കാഴ്ച സാധ്യമാക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി കാഴ്ചയുടെ രസതന്ത്രം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഇവിടെ പ്രകാശഗ്രാഹികളിൽ ആവേഗങ്ങൾ രൂപപ്പെട്ട് കാഴ്ച സാധ്യമാകുന്നത് എങ്ങനെയാണ് എന്നാണ് ജസ്റ്റ് കൊടുത്തിട്ടുള്ളത്. നോക്കുക, ഇവിടെ റോഡോപ്സിൻ പ്രകാശം എങ്ങനെയാണ് അത് റെറ്റിനാലും ഓപ്സിനും കൂടെ ചേർന്ന് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ആ കാര്യമാണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഗ്രാഹ്യകോശങ്ങളിലെ വർണ്ണകങ്ങൾ എന്ത് ചെയ്യുന്നു? വിഘടിക്കുന്നു. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഗ്രാഹ്യകോശങ്ങളിലെ വർണ്ണകങ്ങൾ, ഇപ്പം നമ്മൾ പറഞ്ഞ റോഡോപ്സിൻ, ഫോട്ടോപ്സിൻ, ഇതെല്ലാം എന്ത് ചെയ്യുന്നു? വിഘടിക്കുന്നു. ഈ രാസമാറ്റം ആവേഗങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ആവേഗങ്ങൾ എന്താണ്? നേത്രനാഡിയിലൂടെ സെറിബ്രത്തിൽ എത്തുമ്പോഴാണ് കാഴ്ച അനുഭവം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കാഴ്ച എന്ന് പറയുന്ന അല്ലെങ്കിൽ കണ്ണ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ദ്വിനേത്ര ദർശനം അതുകൂടെ പഠിക്കാനായിട്ടുണ്ട്.
അതായത് നമ്മുടെ രണ്ട് കണ്ണിലും നമ്മൾ ഒരു വസ്തു കാണുമ്പോൾ രണ്ട് കണ്ണുകളിലും ഒരേ വസ്തുവിൻ്റെ രണ്ട് പ്രതിബിംബങ്ങൾ രൂപം കൊള്ളുന്നുണ്ടാവില്ലേ, എങ്കിൽ നമുക്ക് ആ വസ്തു ഒറ്റ രൂപമായിട്ട് മാത്രമേ അനുഭവപ്പെടാറുള്ളൂ അല്ലേ. രണ്ട് കണ്ണുണ്ട്, അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് രൂപം കാണണം, പക്ഷെ നമ്മൾ രണ്ടും കൂടെ ചേർത്ത് ഒറ്റ രൂപമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് നോക്കുക. നിങ്ങളുടെ ഇടത് കൈ മുന്നോട്ട് നീട്ടി വയ്ക്കുക. വലത് കണ്ണ് അടച്ചു പിടിച്ചുകൊണ്ട് ഇടത് കൈയുടെ ചൂണ്ട് വിരലിനെ നോക്കുക. തലയുടെ ദിശ മാറാതെ ഇടത് കണ്ണ് അടച്ചുകൊണ്ട് അതേ വിരലിനെ തന്നെ നോക്കുന്നു. വിരലിൻ്റെ സ്ഥാനത്തിൽ എന്തെങ്കിലും മാറ്റം അനുഭവപ്പെടുന്നുണ്ടോ? ഒരു പരീക്ഷണമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ദ്വിനേത്ര ദർശനം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നോക്കുക, ഒരേ വസ്തുവിൻ്റെ രണ്ട് ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങളാണ് നമ്മുടെ ഓരോ കണ്ണിലും പതിക്കുന്നത്. ഈ രണ്ട് ദൃശ്യങ്ങളും മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന ഫലമായി സംയോജിക്കുമ്പോഴാണ് നമുക്ക് വസ്തുവിൻ്റെ ത്രിമാന രൂപം അനുഭവപ്പെടുന്നത്. ഇതിനെയാണ് ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നത്. ഓക്കെ, ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. നമുക്ക് ഒരു വസ്തുവിനെ കാണുന്നു അല്ലേ, രണ്ട് കണ്ണിലൂടെ നമ്മൾ നോക്കുമ്പോഴും ഈ രണ്ട് ദൃശ്യങ്ങളും മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, സംയോജിക്കുന്നു. അങ്ങനെ നമുക്ക് വസ്തുവിൻ്റെ ത്രിമാന രൂപം അനുഭവപ്പെടുന്നു. ഇതിനെയാണ് ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് നേത്ര വൈകല്യങ്ങൾ അല്ലെങ്കിൽ നേത്ര രോഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നേത്ര വൈകല്യങ്ങളും രോഗങ്ങളുമാണ് പറയുന്നത്. നോക്കുക, ആദ്യത്തേത് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. കാഴ്ചാവർണ്ണകങ്ങളിലെ ഘടകമായിട്ടുള്ള റെറ്റിനാൽ വിറ്റമിൻ എയിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു. വിറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിൻ്റെ അളവ് കുറയുകയും റോഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യും. ഈ അവസ്ഥയിൽ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്ന ഈ രോഗം നിശാന്തത എന്നറിയപ്പെടുന്നു. അപ്പം നിശാന്തത എന്ന് പറയുന്നത് വിറ്റമിൻ എയുടെ അപര്യാപ്തത രോഗമാണ്. നമ്മൾ വൈറ്റമിൻസ് പഠിക്കുമ്പോൾ പഠിക്കും. അതുപോലെ തന്നെ കണ്ണിൻ്റെ പ്രധാനപ്പെട്ട ഒരു വൈകല്യമാണ് നിശാന്തത എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വിറ്റമിൻ എയുടെ ലഭ്യത കുറയുന്നു, അപ്പോൾ റെറ്റിനാലിൻ്റെ അളവ് കുറയുന്നു. അങ്ങനെയാകുമ്പോൾ റോഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ഈ അവസ്ഥയിൽ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ കാണാൻ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്യുന്നു. ഇതിനെയാണ് നിശാന്തത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ഒരു നേത്ര വൈകല്യമാണ് നിശാന്തത. അടുത്തത് സിറോഫ്താൽമിയ. സിറോഫ്താൽമിയ എന്ന് പറയുന്നത് വിറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു. ഇത് സിറോഫ്താൽമിയ എന്ന അവസ്ഥയിലേക്കും തുടർന്ന് അന്ധതയിലേക്കും നയിക്കുന്നു. അപ്പോൾ സിറോഫ്താൽമിയ എന്ന് പറയുന്നത് വിറ്റമിൻ എയുടെ അഭാവം കൊണ്ടുണ്ടാവുന്നത് തന്നെയാണ്. വിറ്റമിൻ എ കുറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു. ഇതിനെയാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. അടുത്തത് വർണ്ണാന്തത. വർണ്ണാന്തത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ചുവപ്പ്, പച്ച, നീല എന്നീ നിറങ്ങൾ തിരിച്ചറിയുവാനുള്ള കോൺകോശങ്ങൾ റെറ്റിനയിലുണ്ട്, നമ്മൾ പറഞ്ഞല്ലേ. ഈ കോൺകോശങ്ങളുടെ തകരാറ് മൂലം ചിലർക്ക് ചുവപ്പും പച്ചയും നിറങ്ങൾ വേർതിരിച്ചറിയുവാൻ കഴിയില്ല. ഈ രോഗാവസ്ഥയാണ് വർണ്ണാന്തത എന്ന് പറയുന്നത്. വർണ്ണാന്തതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. ഓക്കെ, അപ്പോൾ അത്രയും പഠിച്ചു വയ്ക്കുക. വർണ്ണാന്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോൺകോശങ്ങളുടെ തകരാറ് മൂലം, കോൺകോശങ്ങളുടെ ഉള്ളതുകൊണ്ടാണ്, കോൺകോശങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് വർണ്ണങ്ങളെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കോൺകോശങ്ങളുടെ തകരാറ് മൂലം ചിലർക്ക് ചുവപ്പും പച്ചയും ചുവപ്പും പച്ചയും ഒക്കെ നിറങ്ങൾ കാണാനായിട്ട് പറ്റില്ല, കണ്ടു കഴിഞ്ഞാൽ വേർതിരിച്ചറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു രോഗാവസ്ഥയാണ് വർണ്ണാന്തത എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ ഒരാളെ അല്ലെങ്കിൽ സൈന്യത്തിലോ അല്ലെങ്കിൽ ഡ്രൈവർ, പൈലറ്റ് എന്ന ജോലിയിലായിട്ട് പ്രവേശിപ്പിച്ചില്ല അല്ലെങ്കിൽ തിരഞ്ഞെടുത്തില്ല. കാരണം അയാൾക്ക് ഏത് രോഗം ഉള്ളത് കൊണ്ടാണ്? വർണ്ണാന്തത എന്ന് പറയുന്ന രോഗമാണ് അല്ലേ. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഗ്ലോക്കോമ. ഗ്ലോക്കോമ എന്താണ്? കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. നമ്മൾ പറഞ്ഞില്ലേ, അക്വസ് ദ്രവമാണ് കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നതെന്ന് പറഞ്ഞു. ഈ അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു. റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാക്കി അന്ധതയിലേക്ക് നയിക്കുന്ന ഈ തരം ഗ്ലോക്കോമ എന്നറിയപ്പെടുന്നു. ലേസർ ശസ്ത്രക്രിയയിലൂടെ ഈ അവസ്ഥ പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത് അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന രോഗമാണ് ഗ്ലോക്കോമ എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് തിമിരം അല്ലെങ്കിൽ കാറ്ററാക്ട് എന്ന് പറയുന്നത് എന്താണ്? കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം എന്ന് പറയുന്നത്. ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഇതിന് പരിഹാരം. ഇപ്പം തിമിരം എന്ന് പറയുന്നതാണ് കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്നു. അടുത്തത് ചെങ്കണ്ണ്.
അല്ലെങ്കിൽ കൺജക്റ്റിവിറ്റിസ് എന്ന് പറയുന്നത് എന്താണ്? കൺജക്റ്റൈവയെ ബാധിക്കുന്ന അണുബാധയാണ് എന്ത്? ചെങ്കണ്ണ്. കൺജക്റ്റൈവയെ ബാധിക്കുന്ന അണുബാധ. ബാക്ടീരിയ, വൈറസ് തുടങ്ങിയവയാണ് രോഗകാരികൾ. സ്പർശനത്തിലൂടെയും മറ്റുമാണ് ഈ രോഗം പകരുന്നത്. ശുചിത്വം പാലിക്കുന്നതിലൂടെ ഒരു പരിധിവരെ ഈ രോഗത്തെ തടയാം. ചെങ്കണ്ണ് എന്ന് പറയുന്നത്. ഇനി ഒരു രോഗം കൂടെ ഇവിടെയുണ്ട്, കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം. എന്താണ്? സെൽഫോൺ, കമ്പ്യൂട്ടർ, ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്നത് മൂലം കണ്ണിനുണ്ടാവുന്ന പ്രശ്നങ്ങളെയാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത്തരം ഉപകരണങ്ങളുടെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം ഫോക്കസ് ചെയ്യാനുള്ള കണ്ണിൻ്റെ കഴിവിനെ ബാധിക്കുന്നു. തലവേദനയാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷണം. കണ്ണ് വരളുക, കണ്ണിന് അമിത സമ്മർദ്ദം അനുഭവപ്പെടുക എന്നിവയും അനുബന്ധ ലക്ഷണങ്ങളാണ്. അപ്പോൾ എന്താണ്? കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്ന രോഗവും കൂടെ പഠിച്ചു വയ്ക്കുക. ഇനി കണ്ണിൻ്റെ ആരോഗ്യ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അത് നമുക്കറിയാം അല്ലേ, കണ്ണിൻ്റെ ആരോഗ്യ സംരക്ഷണം. ഇനി അടുത്ത ജ്ഞാനേന്ദ്രിയം ഏതാണ്? കണ്ണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നേത്ര വൈകല്യങ്ങൾ പറഞ്ഞതോട് കൂടിയിട്ട്. അടുത്തത് ചെവിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെവിയെക്കുറിച്ച് പഠിക്കാം. ചെവിയിൽ ശബ്ദഗ്രാഹികളുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. കേൾവിക്ക് സഹായിക്കുന്നതിനോടൊപ്പം ശരീര തുലനനില പാലിക്കുന്നതിനും ചെവി എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. കേൾവിക്ക് മാത്രമല്ല, ശരീര തുലനനിലയ്ക്ക് പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെവിയുടെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ ചിത്രമായിട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കുക. ബാഹ്യകർണം, ഇവിടെ കാണുന്നുണ്ടല്ലോ, ബാഹ്യകർണം, ആന്തരകർണം, ഇവിടെ കാണുന്നതാണ് മധ്യകർണം. ഓക്കെ, അപ്പോൾ പിക്ചർ കാണുന്നുണ്ടല്ലോ, ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. അപ്പോൾ ഇതിൽ ഓരോ ഭാഗമാണ് നമ്മൾ എടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യം ബാഹ്യകർണം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ബാഹ്യകർണത്തിൻ്റെ ഭാഗങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. ചെവിക്കുട, കർണനാളം, കർണപടം, ഈ മൂന്നും ചേരുന്നതാണ് എന്ത്? ബാഹ്യകർണം എന്ന് പറയുന്നത്. ചെവിക്കുട അല്ലെങ്കിൽ പിന്ന എന്ന് പറയും, അതായത് നമ്മുടെ ഏറ്റവും പുറമേ കാണുന്ന ഈ ഭാഗത്തെയാണ് ചെവിക്കുട എന്ന് പറയുന്നത്. ഇതെന്താണ് ചെയ്യുന്നത്? ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നു. തരംഗങ്ങളെ കർണനാളത്തിലോട്ട് നയിക്കുന്നത് ചെവിക്കുടയാണ്. ദെൻ അടുത്തത് കർണനാളം. കർണനാളം അല്ലെങ്കിൽ ഓഡിറ്ററി കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റെഡ് കളറിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ഒരു കനാൽ പോലെ തന്നെ കാണപ്പെടുന്നുണ്ട് അല്ലേ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കർണനാളം അല്ലെങ്കിൽ ഓഡിറ്ററി കനാൽ. ഇതെന്താണ് ചെയ്യുന്നത്? ശബ്ദതരംഗങ്ങൾ കർണനാളത്തിലേക്ക് നയിക്കുന്നത് ചെവിക്കുടയാണെന്ന് പറഞ്ഞു. ഈ ശബ്ദതരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്നു. കർണനാളത്തിലെ എന്താണ്? രോമങ്ങൾ. ഓക്കെ, കർണനാളത്തിൽ എന്തുണ്ട്? രോമങ്ങളുണ്ട്, കർണമെഴുകുണ്ട്. ഇതെല്ലാം പൊടിപടലങ്ങളും രോഗാണുക്കളും പ്രവേശിക്കുന്നത് തടയുന്നു. കർണനാളത്തിലെ രോമങ്ങളും കർണമെഴുകും എന്ത് ചെയ്യുന്നു? പൊടിപടലങ്ങളും രോഗാണുക്കളും പ്രവേശിക്കുന്നത് തടയുന്നു. അടുത്തത് കർണപടം അല്ലെങ്കിൽ ടിംബാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള നേർത്ത സ്ഥലമാണ്. ഓക്കെ, കർണപടം എന്ന് പറയുന്നത് ഇവിടെ ഒരു ബ്ലൂ കളറിൽ കാണുന്നുണ്ടല്ലോ. ഓക്കെ, അതാണ് കർണപടം. ഇത് മധ്യകർണത്തെ എന്ത് ചെയ്യുന്നു? ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്ഥലമാണ്. ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്നത് ഏതാണ്? ടിംബാനം അല്ലെങ്കിൽ കർണപടമാണ്. അപ്പോൾ ഇത്രയാണ് ബാഹ്യകർണത്തിൽ വരുന്നത്. ഏതൊക്കെയാണ്? ചെവിക്കുട, കർണനാളം, കർണപടം. അപ്പോൾ ചെവിക്കുടയിൽ എന്ത് ചെയ്തു? ശബ്ദതരംഗങ്ങൾ കർണനാളത്തിലേക്ക് പോയി. ദെൻ കർണനാളത്തിൽ എന്ത് ചെയ്യുന്നു? ഈ ശബ്ദതരംഗങ്ങളെ കർണനാളത്തിൽ ഉള്ള രോമങ്ങൾ, കർണമെഴുക് എന്നിവ പൊടിപടലങ്ങളും രോഗാണുക്കളും പ്രവേശിക്കുന്നത് തടയുന്നു. ദെൻ ഇതെന്ത് ചെയ്യുന്നു? കർണപടത്തിലോട്ട് നയിച്ചു. കർണപടം എന്ന് പറയുന്നത് മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്നു. ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യുന്നു? കമ്പനം ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് എന്താ ബാഹ്യകർണത്തിൽ വരുന്നത്. ഇനി മധ്യകർണം അല്ലെങ്കിൽ മിഡിൽ ഇയർ എന്ന് പറയുന്നത് ഇവിടെ ചിത്രം എടുത്തു കൊടുത്തിട്ടുണ്ട്. അവിടെ 3 പാർട്ടാണുള്ളത് മധ്യകർണത്തിൽ. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അസ്ഥി ശൃംഖല എന്നാണ് പറയുന്നത്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്, ഇതിന് 3നെയും കൂടെ ചേർത്ത് എന്താണ് പറയുന്നത്? അസ്ഥി ശൃംഖല എന്നാണ് പറയുന്നത്. കർണപടത്തിൻ്റെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലോട്ട് എത്തിക്കുന്നത് എന്താണ്? അസ്ഥി ശൃംഖലയാണ്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് ആണ്. ദെൻ യൂസ്റ്റേഷ്യൻ നാളി എന്ന് പറയുന്നത് എന്താണ്? മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നത് യൂസ്റ്റേഷ്യൻ നാളിയാണ്. കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നതും യൂസ്റ്റേഷ്യൻ നാളിയാണ്. ഓക്കെ, യൂസ്റ്റേഷ്യൻ നാളി ഇവിടെ കാണുന്നുണ്ടല്ലോ. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നു. കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നതും ആരാണ്? യൂസ്റ്റേഷ്യൻ നാളിയാണ്.
അടുത്തത് ആന്തരകർണം. ആന്തരകർണം എന്ന് പറയുമ്പോൾ നോക്കുക, ഇവിടെ അർദ്ധവൃത്താകാര കുഴലുകളുണ്ട്, വെസ്റ്റിബ്യുലാർ നാഡി, ശ്രവണനാഡി, കോക്ലിയ, വെസ്റ്റിബ്യൂൾ, ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ ആന്തരകർണത്തിൽ. അപ്പോൾ നോക്കുക, ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത് തലയോടിയിലെ അസ്ഥി നിർമ്മിതമായിട്ടുള്ള അറയ്ക്കുള്ളിലാണ്. അതിനാണ് ബോണി ലേബ്രിന്ത് എന്ന് പറയും. ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തലയോടിയിലെ അസ്ഥി നിർമ്മിതമായിട്ടുള്ള അറയ്ക്കുള്ളിലാണ്. ഈ അസ്ഥി അറയ്ക്കുള്ളിലെ സ്ഥര നിർമ്മിതമായിട്ടുള്ള അറകളും ഉണ്ട്. സ്ഥര അറയ്ക്കുള്ളിൽ എൻഡോലിംഫ് എന്ന ദ്രവവും സ്ഥര അറയ്ക്കും അസ്ഥി അറയ്ക്കും ഇടയിൽ പെരിലിംഫ് എന്ന ദ്രവവും നിറഞ്ഞിരിക്കുന്നു. അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ എന്നിവയാണ് ആന്തരകർണത്തിന്റെ മുഖ്യഭാഗങ്ങൾ. അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും ശരീര തുലനനില പാലിക്കുന്നതിനും കോക്ലിയ കേൾവിക്കും സഹായിക്കുന്നു. അപ്പോൾ കേൾവിക്ക് സഹായിക്കുന്ന ഭാഗം ഏതാണ്? കോക്ലിയ ആണ്. ശരീരത്തിന്റെ തുലനനില പാലിക്കുന്നത് ഏതാണ്? അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും ചേർന്നാണ്. ഓക്കെ, അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും ചേർന്നാണ് ശരീര തുലനനില പാലിക്കുന്നത്. കോക്ലിയ ആണ് നമുക്ക് കേൾവിക്ക് സഹായിക്കുന്നത്. കോക്ലിയ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. കേൾവിക്ക് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം ഏതാണ്? കോക്ലിയ ആണ്. ഓക്കെ, ഇനി അടുത്തത് കേൾവി എങ്ങനെയാണ്? കോക്ലിയയും ദ്രവചലനങ്ങളും എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഇവിടെ ഓവൽ വിൻഡോ, റൗണ്ട് വിൻഡോ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണിത്? സ്റ്റേപ്പിസിനോട് ചേർന്നിരിക്കുന്ന സ്ഥലമാണ് ഓവൽ വിൻഡോ. സ്റ്റേപ്പിസിനോട് ചേർന്നിരിക്കുന്ന സ്ഥലമാണ് ഓവൽ വിൻഡോ. അസ്ഥിശൃംഖലയിലെ കമ്പനം ആന്തരകർണത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. അസ്ഥിശൃംഖലയിൽ ഉണ്ടാകുന്ന കമ്പനത്തെ ആന്തരകർണത്തിലേക്ക് വ്യാപിപ്പിക്കുന്ന എന്താണ്? ഓവൽ വിൻഡോ ആണ്. ദെൻ റൗണ്ട് വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്ലിയക്കകത്തുള്ള ദ്രവത്തിന്റെ ചലനത്തെ സഹായിക്കുന്നു. കോക്ലിയക്കകത്തെ ദ്രവത്തിന്റെ ചലനത്തെ സഹായിക്കുന്ന എന്താണ്? ഓവൽ വിൻഡോ ആണ്. ഇനി ഇവിടെ നോക്കുക, ഈ കോക്ലിയ എന്ന് പറയുന്നത് എന്താണ്? ഒച്ചിന്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന കുഴലാണ് കോക്ലിയ എന്ന് പറയുന്നത്. ഇതിന് 3 അറകളുണ്ട്. മധ്യ അറയെയും താഴത്തെ അറയെയും തമ്മിൽ വേർതിരിക്കുന്ന ബേസിലാർ സ്ഥലത്തിൽ കാണപ്പെടുന്ന സവിശേഷ രോമകോശങ്ങളാണ് ശബ്ദഗ്രാഹികളായിട്ട് പ്രവർത്തിക്കുന്നത്. ശബ്ദഗ്രാഹികളായിട്ട് പ്രവർത്തിക്കുന്ന എന്താണ്? ഈ കോക്ലിയയ്ക്ക് 3 അറകളുണ്ടെന്ന് പറഞ്ഞു. ഇതിൽ മധ്യ അറയെയും താഴത്തെ അറയെയും തമ്മിൽ വേർതിരിക്കുന്ന ബേസിലാർ സ്ഥലത്തിൽ കാണപ്പെടുന്ന സവിശേഷ രോമകോശങ്ങളാണ് ശബ്ദഗ്രാഹികളായിട്ട് പ്രവർത്തിക്കുന്നത്. ബേസിലാർ സ്തരവും രോമകോശങ്ങളും ചേർന്നതാണ് ഓർഗൻ ഓഫ് കോർട്ടി. ഓക്കെ, ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത് എന്താണ്? ബേസിലാർ സ്തരവും രോമകോശങ്ങളും ചേർന്നതാണ്. അപ്പോൾ ഇത് വായിച്ചിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെവി എന്ന് പറയുന്ന ഭാഗവും നമ്മൾ ക്ലാസ് റൂം സെഷനായിട്ട് ചിത്രം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നോക്കുക, ബേസിലാർ സ്തരവും രോമകോശങ്ങളും ചേർന്നതാണ് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത്. ബാഹ്യകർണത്തിലൂടെ എത്തുന്ന ശബ്ദതരംഗങ്ങൾ കർണപടത്തെ ചലിപ്പിക്കുന്നു. ബാഹ്യകർണത്തിലൂടെ എത്തുന്ന ശബ്ദതരംഗങ്ങൾ എന്ത് ചെയ്യുന്നു? കർണപടത്തെ ചലിപ്പിക്കുന്നു. കർണപടത്തിന്റെ ചലനം അസ്ഥിശൃംഖലയെ ചലിപ്പിക്കുന്നു. അസ്ഥിശൃംഖലയിലൂടെ ചലനം ഓവൽ വിൻഡോയിലെ സ്ഥലത്തെ ചലിപ്പിക്കുന്നു. ഇത് കോക്ലിയയിലെ ദ്രവത്തിന്റെ ചലനത്തിന് കാരണമാകുന്നു. ഇതുമൂലം കോക്ലിയയിലെ ഓർഗൻ ഓഫ് കോർട്ടിയിലെ രോമകോശങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുകയും ആവേഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഈ ആവേഗങ്ങൾ ശ്രവണനാഡി വഴി സെറിബ്രത്തിലെത്തി കേൾവി എന്ന അനുഭവം സാധ്യമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ കേൾവി എന്ന് പറയുന്ന അനുഭവം എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു ചെവിയുടെ 3 ഭാഗം: ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ഇതിൽ ബാഹ്യകർണത്തിലൂടെ എത്തുന്ന ശബ്ദതരംഗങ്ങൾ എന്ത് ചെയ്യുന്നു? കർണപടം എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലേ, ആ കർണപടത്തെ ചലിപ്പിക്കുന്നു. ഒരു ബ്ലൂ കളറിൽ കൊടുത്തതില്ലേ, ആ കർണപടത്തിന്റെ ചലനം അസ്ഥിശൃംഖലയെ, അതായത് മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് അല്ലെ, അസ്ഥിശൃംഖലയെ ചലിപ്പിക്കുന്നു. ഈ അസ്ഥിശൃംഖലയുടെ ചലനം ഓവൽ വിൻഡോയിലെ സ്ഥലത്തെ ചലിപ്പിക്കുന്നു. ഓവൽ വിൻഡോ എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലേ, ഓവൽ വിൻഡോയിലെ സ്ഥലത്തെ ചലിപ്പിക്കുന്നു. ഇതെന്ത് ചെയ്യുന്നു? കോക്ലിയയിലെ ദ്രവത്തിന്റെ ചലനത്തിന് കാരണമാകുന്നു. ഈ ഓവൽ വിൻഡോയിലെ സ്ഥലം എന്ന് പറയുന്നത് ചലിക്കുമ്പോൾ അത് കോക്ലിയയിലെ ദ്രവത്തിന്റെ ചലനത്തിന് കാരണമാകുന്നു. ഇതുമൂലം കോക്ലിയയിലെ ഓർഗൻ ഓഫ് കോർട്ടി എന്താണെന്ന് പറഞ്ഞു. ആ ഓർഗൻ ഓഫ് കോർട്ടിയിലെ രോമകോശങ്ങൾ എന്ത് ചെയ്യുന്നു? ഉത്തേജിപ്പിക്കപ്പെടുകയും ആവേഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ആവേഗങ്ങൾ ശ്രവണനാഡി വഴി സെറിബ്രത്തിലെത്തി കേൾവി എന്ന് പറയുന്ന അനുഭവം സാധ്യമാക്കുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്ക് കേൾവി അനുഭവപ്പെടുന്നത്. ഇനി ചെവിയും ശരീര തുലനനില പാലനവും. ഓക്കെ, നോക്കുക, ശരീര തുലനനില പാലിക്കുന്നതിനും ചെവി സഹായിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. എങ്ങനെയാണ് ശരീര തുലനനില പാലിക്കുന്നത്? തലയുടെ ചലനത്തെ ആസ്പദമാക്കിയാണ്. തലയുടെ ചലനങ്ങൾ ആന്തരകർണത്തിലെ വെസ്റ്റിബ്യൂളിലും അർദ്ധവൃത്താകാര കുഴലുകളും ഉള്ള എൻഡോലിംഫിൽ ചലനം ഉണ്ടാക്കുന്നു. നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ
ആന്തരകർണത്തിലെ വെസ്റ്റിബ്യൂളിലും അർദ്ധവൃത്താകാര കുഴൽ, ഇതേവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, അർദ്ധവൃത്താകാര കുഴലിലും ഉള്ള എൻഡോലിംഫിൽ എന്ത് ചെയ്യുന്നു? ചലനം ഉണ്ടാക്കുന്നു. ഇത് അവയിലെ രോമകോശങ്ങളെ ചലിപ്പിച്ച് ആവേഗങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ആവേഗങ്ങൾ വെസ്റ്റിബ്യുലാർ നാഡി വഴി സെറിബെല്ലത്തിലെത്തിയിട്ട് ശരീര തുലന നില പാലിക്കുന്നു. അപ്പം അതും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് എവിടെ ശ്രവണ സഹായി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നോക്കാം. ചെവിയുടെ ഘടനാപരമായ തകരാറുകളോ രോഗങ്ങളോ ബധിരതയ്ക്ക് കാരണമാകാറുണ്ട്. ഇവ പരിഹരിക്കുന്നതിനുള്ള വിവിധ ചികിത്സാ മാർഗങ്ങളിൽ ശ്രവണ സഹായികളും ഉൾപ്പെടുന്നു. ചെവിക്കു പിന്നിലോ ചെവിക്കുള്ളിലോ ഘടിപ്പിക്കുന്ന ചെറിയ ഇലക്ട്രോണിക് ഉപകരണമാണിത്. കേൾവി തകരാർ ഉള്ളവർക്കും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കാൻ ശ്രവണ സഹായികൾ അനുഗ്രഹമാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെവി എന്ന് പറയുന്ന ജ്ഞാനേന്ദ്രിയത്തെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. ഇനി അടുത്തത് രുചി അറിയാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നാവ് അല്ലേ, നാവിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. പാപ്പില, സ്വാദമുകുളം എന്നൊക്കെ പറഞ്ഞ പിക്ചർ കാണുന്നുണ്ടല്ലോ, നാവിൻ്റെ പിക്ചർ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ വായ്ക്കുള്ളിലും നാക്കിലുമുള്ള രാസഗ്രാഹികൾ കീമോ റിസപ്റ്റേഴ്സ് ആണ് രുചി അറിയാൻ സഹായിക്കുന്നത്. വായ്ക്കുള്ളിലും നാക്കിലുമുള്ള രാസഗ്രാഹികളാണ് രുചി അറിയാൻ സഹായിക്കുന്നത്. ഇവ കൂടുതലായും ഉള്ളത് എവിടെയാണ്? നാക്കിൻ്റെ ഉപരിതലത്തിലാണ്. നാക്കിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ് എന്ത്? പാപ്പിലകൾ. ഓക്കെ, ഉയർന്നു നിൽക്കുന്നതാണ് പാപ്പിലകൾ. നാക്കിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് പാപ്പിലെ എന്ന് പറയുന്നത്. പാപ്പിലകളിൽ കാണപ്പെടുന്ന രുചി അറിയിക്കുന്ന ഭാഗങ്ങളെയാണ് എന്ത് പറയുക? സ്വാദ മുകുളങ്ങൾ അല്ലെങ്കിൽ ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്നത്. നാവിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ് പാപ്പിലെ. ഈ പാപ്പിലയിൽ അടങ്ങിയിട്ടുള്ള രുചി അറിയാൻ സഹായിക്കുന്ന ഭാഗങ്ങളെയാണ് സ്വാദമുകുളങ്ങൾ അല്ലെങ്കിൽ ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്നത്. മധുരം, ഉപ്പ്, പുളി, കയ്പ്, ഉമാമി തുടങ്ങിയ രുചികളാൽ ഉദ്ദീപിക്കപ്പെടുന്ന സ്വാദമുകുളങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മുടെ സ്വാദമുകുളങ്ങളിൽ ഏതൊക്കെയാണ് വരുന്നത്? മധുരമുണ്ട്, ഉപ്പ്, പുളി, കയ്പ്, ഉമാമി എന്നീ 5 ടേസ്റ്റ് ബഡ്സ് ആണ് നമുക്ക് ഉള്ളത്. ഓരോ സ്വാദമുകുളത്തിലും വ്യത്യസ്ത രുചികളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന രാസഗ്രാഹികളുണ്ട്. രുചിക്ക് കാരണമാകുന്ന വസ്തുക്കൾ ഉമിനീരിൽ ലയിച്ച് രാസഗ്രാഹികളെ ഉദ്ദീപിപ്പിക്കുകയും ആവേഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ആവേഗങ്ങൾ ബന്ധപ്പെട്ട നാഡികളിലൂടെ മസ്തിഷ്കത്തിലേക്ക് എത്തുകയും രുചി അനുഭവപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ രുചികളുടെ വൈവിധ്യം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കാം, ജപ്പാനീസ് ഭാഷയിൽ സന്തോഷകരമായിട്ടുള്ളത് എന്നർത്ഥം വരുന്ന പദമാണ് ഉമാമി എന്ന് പറഞ്ഞാൽ. അതായത് പാല്, മാംസം, കടൽ വിഭവങ്ങൾ, കൂൺ എന്നീ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉമാമി രുചി തരുന്ന ഘടകങ്ങളുണ്ട്. ഒലിയോഗസ്റ്റസ് എന്ന പേരിൽ 6ാമതും ഒരു രുചി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കൊഴുപ്പിൻ്റെ രുചിയാണ്. അപ്പോൾ ഈ രുചികൾ പഠിക്കാം. നമുക്കറിയാം മധുരം എന്താണെന്ന് നമുക്കറിയാം, ഉപ്പ് എന്താണെന്നറിയാം, കയ്പ് എന്താണെന്നറിയാം, പുളി എന്താണെന്നറിയാം അല്ലേ. ഉമാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല്, മാംസം, കടൽ വിഭവങ്ങൾ, കൂൺ എന്ന് പറയുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ രുചിയാണ് ഉമാമി. ഒലിയോഗസ്റ്റസ് എന്ന് പറയുന്ന 6ാമതൊരു രുചി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് എന്തിൻ്റെ രുചിയാണ്? കൊഴുപ്പിൻ്റെ രുചിയാണ് ഒലിയോഗസ്റ്റസ് എന്ന് പറയുന്നത്. അത്രയും അറിഞ്ഞിരിക്കുക. ഇനി അടുത്തത് ഗന്ധമറിയാൻ എന്ന് പറയുമ്പോൾ എന്താ നമുക്കറിയാം? മൂക്ക് അല്ലേ. അപ്പോൾ മൂക്കിനെ കുറിച്ചാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നോക്കുക, ഗന്ധനാഡി ശ്ലേഷ്മ ഗ്രന്ഥികൾ. ഈ പിക്ചർ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇനി ഇവിടെ നോക്കുക, അപ്പോൾ ഈ പിക്ചർ ഒന്ന് നോക്കി വെച്ചേക്കുക. മൂക്കിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നമ്മൾ ക്ലാസ് റൂം സെഷനായിട്ട് മൂക്കിനെ കുറിച്ച് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ത്വക്കിലെ ഗ്രാഹികളാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ത്വക്കിലെ ഗ്രാഹികൾ. വേദനാഗ്രാഹി, തണുപ്പുഗ്രാഹി, സ്പർശഗ്രാഹി, മർദ്ദഗ്രാഹി, ചൂടുഗ്രാഹി. അപ്പോൾ ഇവിടെ ത്വക്കിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ തന്നെ ക്ലാസ് റൂം സെഷനായിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ത്വക്ക്, മൂക്ക് എന്ന് പറയുന്ന ഈ ഭാഗങ്ങൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് പഠിക്കുക. അതിൻ്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ഇനി ബാക്കിയുള്ള ജീവികളിലെ ഗ്രാഹികൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കുക, പ്ലെനേറിയയിൽ ഐ സ്പോട്ടാണ് പ്രകാശം തിരിച്ചറിയാൻ ഐ സ്പോട്ട്. ദെൻ സ്രാവില് പാർശ്വവര ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലുമുള്ള പാർശ്വവരകൾക്കുള്ളിൽ തുലന നിലയിലുള്ള മാറ്റം തിരിച്ചറിയാനുള്ള ഗ്രാഹികളുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മൊറ്റീഡിയ, ജസ്റ്റ് ഇത് വായിച്ചു നോക്കിയാൽ മതി. ആയിരക്കണക്കിന് ചെറിയ കണ്ണുകൾ ചേർന്ന് രൂപപ്പെട്ടിരിക്കുന്നു. ഒമാറ്റിഡിയ എന്ന ധാരാളം പ്രകാശഗ്രാഹി സംവിധാനങ്ങൾ കൂടിച്ചേർന്നതാണ് ഷഡ്പദങ്ങളുടെ കണ്ണ്. അടുത്ത ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറയുമ്പോൾ പാമ്പിൻ്റെ നാക്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഗന്ധകണികകൾ വായു മുകൾ ഭാഗത്തുള്ള ജേക്കബ്സൺസ് ഓർഗനിൽ എത്തുന്നു. അപ്പോൾ
അവിടെയുള്ള ഗന്ധഗ്രാഹികൾ ഉത്തേജിപ്പിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ചാണ് മെയിനായിട്ട് കണ്ണ്, ചെവി അതിനെക്കുറിച്ചാണ് പഠിച്ചത്. ബാക്കി മൂക്ക്, ത്വക്ക് അല്ലേ, നാക്കിനെ കുറിച്ച് പഠിച്ചു. മൂക്ക്, ത്വക്ക് ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്ലാസ് റൂം സെഷൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ കണ്ടതിന് ശേഷം ഇതിൻ്റെ നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന മുഴുവൻ SCERT പാഠഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ഇനി വരുന്ന ന്യൂ പാറ്റേൺ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ ഇതിൽ എടുക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനെ തന്നെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്